നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്ലാമാബാദിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ആശ്വസിച്ച ലോകരാജ്യങ്ങൾക്ക് തെറ്റി. സംഭവിക്കാൻ പോകുന്നത് ഘോര യുദ്ധം തന്നെ. വരും മണിക്കൂറിൽ ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ ഇസ്രയേൽ പോർ വിമാനങ്ങൾ തീതുപ്പും. ഇറാൻ ഇസ്രയേലിലേക്കും ഗൾഫിലേക്കും തിരിച്ചടിക്കും. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചത് സമാധാന ചർച്ചയ്ക്ക് തിരിച്ചടിയുണ്ടാക്കുന്ന സംഭവങ്ങളായിരുന്നു. ഒരിഞ്ച് മെരുങ്ങാതെ ഇറാൻ നിൽക്കുന്നത് അമേരിക്കയെ വെറുപിടിപ്പിക്കുന്നു. അമേരിക്കൻ കരസേനയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അവരെ അഗ്നിക്കിരയാക്കാൻ IRGC മടിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ കൊലവിളി. 3 US സൈനികരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇവന്മാരുടെ തലയെടുക്കുമെന്ന് IRGCയുടെ കൊലവിളി. മിനാബിലെ സ്കൂളിലേക്ക് മിസൈൽ വർഷിച്ച് 168 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ US നാവിക ഉദ്യോഗസ്ഥരുടെ ചിത്രമാണ് IRGC പുറത്തുവിട്ടത്. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചു. US സൈനികരെ കൊന്നൊടുക്കാൻ കാത്തിരിക്കുകയാണ് തങ്ങളെന്നും IRGC വെല്ലുവിളി. ജൂതന്റെ ചോരയും കണ്ണീരും വീഴ്ത്തുമെന്നും കൊലവിളി. കീഴടങ്ങാനല്ല, ആക്രമണത്തിന്റെ ശക്തി കൂട്ടാൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന് വ്യക്തമായതോടെ അതിമാരക ആക്രമണം പുറത്തെടുക്കാൻ ഇസ്രയേലും അമേരിക്കയും. ഇറാനിൽ കരയുദ്ധത്തിനൊരുങ്ങുന്ന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായിട്ടാണ് ഇറാന്റെ രംഗപ്രവേശം. അമേരിക്കൻ സൈനികരെ അഗ്നിക്കിരയാക്കാൻ ഇറാൻ മടിക്കില്ലെന്ന ഗാലിബാഫ് വെല്ലുവിളി ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർനയാണ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക പരസ്യമായി ചർച്ചയുടെ സന്ദേശങ്ങൾ അയക്കുന്നു, എന്നാൽ രഹസ്യമായി കരയാക്രമണത്തിന് പദ്ധതിയിടുന്നുവെന്ന് ഗാലിബാഫ് കുറ്റപ്പെടുത്തി. US സൈനികർ ഇറാൻ മണ്ണിൽ കാലുകുത്താനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ തിരിച്ചു പോകില്ല, ശവപ്പെട്ടികളിലായിരിക്കും മടക്കമെന്ന് ഗാലിബാഫിന്റെ വെല്ലുവിളി. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് അണിയറയിൽ ആക്രമണത്തിനാണ് നീക്കങ്ങൾ നടത്തുന്നതെന്നും അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും ഗാലിബാഫ് ആരോപിച്ചു. ഗാലിബാഫിന്റെ ഈ കൊലവിളിക്ക് ശേഷമായിരുന്നു IRGCയും അതിശക്തമായി അമേരിക്കൻ സേനയെ കൊന്നൊടുക്കുമെന്ന് വാദിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. 3 ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ IRGC പുറത്തുവിട്ട് ഇവരെ കൊന്നൊടുക്കുമെന്ന് പറഞ്ഞതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ാം തീയതി നടന്ന ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 175 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ 168 കുഞ്ഞുങ്ങളായിരുന്നു. ഇന്ത്യയിലെയും സൗത്ത് ആഫ്രിക്കയിലെയും നൈജീരിയയിലെയും ഇറാൻ എംബസികൾ US ഉദ്യോഗസ്ഥരുടെ ചിത്രം സമൂഹ മാധ്യമമായ Xൽ പങ്കുവച്ചിട്ടുണ്ട്. LR ടേറ്റ്, ജെഫ്രി ഇയോർക്ക് എന്നിങ്ങനെയാണ് ഇവരുടെ പേരെന്ന് കുറിപ്പിൽ പറയുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലായ USS സ്പ്രുവാൻസിലെ കമാൻഡിംഗ് ഓഫീസറാണ് ടേറ്റ്. യോർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറും. ടോമഹോക്ക് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾ 3 തവണ തൊടുക്കാൻ അനുമതി നൽകിയത് ഇവരാണെന്ന് എക്സിലെ കുറിപ്പിൽ IRGC പറയുന്നു. സമാനമായ കുറിപ്പ് പങ്കുവച്ച സൗത്ത് ആഫ്രിക്കയിലെ ഇറാനിയൻ എംബസി ഈ 2 ഉദ്യോഗസ്ഥർക്കും മക്കളില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. നൈജീരിയയിലെ ഇറാനിയൻ എംബസിയാകട്ടെ ഈ 2 ഉദ്യോഗസ്ഥർക്കും രാത്രി എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞുവെന്ന് കുറിപ്പിൽ ചോദിക്കുന്നു. സ്കൂളിന് നേർക്കുണ്ടായ ആക്രമണം കരുതിക്കൂട്ടി നടത്തിയതാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതേസമയം സ്കൂളിന് നേർക്കുണ്ടായ മിസൈൽ ആക്രമണം ലക്ഷ്യം പിഴച്ചതാണെന്ന് US പറയുന്നു. സ്കൂളിന് സമീപത്തെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ ഉന്നം തെറ്റുകയായിരുന്നുവെന്നാണ് US വ്യക്തമാക്കുന്നത്. ഇറാനിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കാവുന്ന കരയുദ്ധത്തിനുള്ള പദ്ധതികൾ പെന്റഗൺ തയ്യാറാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം US മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ 3500 സൈനികരടങ്ങുന്ന 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റ് മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി അമേരിക്കൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. കപ്പൽ മാർഗമാണ് ഇവർ മേഖലയിൽ എത്തിയിരിക്കുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് പകരം ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള മിന്നൽ ആക്രമണങ്ങൾക്കാണ് അമേരിക്ക പദ്ധതിയിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 10,000-ഓളം അധിക സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കുന്ന കാര്യം പെന്റഗൺ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ 5,000-ഓളം മറീനുകളും 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാ ട്രൂപ്പർമാരും മേഖലയിൽ സജ്ജമാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ സൈനിക നീക്കമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ നേടാമെന്ന് പ്രസ്താവിക്കുമ്പോഴും പെന്റഗണിന്റെ യുദ്ധ പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ സൈനികർക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഖാർഗ് ദ്വീപ് പോലുള്ള ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും അമേരിക്കയുടെ ആദ്യ നീക്കം. എന്നാൽ അതത്ര എളുപ്പമാകില്ല. തിരിച്ചടി അതിമാരകമായിരിക്കും. അമേരിക്ക പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ സാമ്പത്തിക സൈനിക നട്ടെല്ലുകളാണ്. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാർഗ് ദ്വീപിൽ നിന്നാണ്.
ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത് കാർഗ് ദ്വീപിൽ നിന്നാണ്. ഈ ദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കുകയാണ് ഒരു ലക്ഷ്യം. ഹോർമുസ് കടലിടുക്കും അമേരിക്ക നോട്ടമിടുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ആയുധ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളും നിരന്തരം അമേരിക്ക കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിമാരകമായ ആക്രമണങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. ലോകം ശ്വാസം അടക്കി പിടിച്ചു നോക്കുന്ന പശ്ചിമേഷ്യൻ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുകയാണ്. 10,000-ഓളം വരുന്ന അമേരിക്കൻ കരസേന പശ്ചിമേഷ്യൻ മണ്ണിലേക്ക് വിമാനമിറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത് നട്ടെല്ല് വിറയ്ക്കുന്ന മുന്നറിയിപ്പാണ്. നരകത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ ഔദ്യോഗിക പത്രമായ ടെഹ്റാൻ ടൈംസിന്റെ 1-ാം പേജിലെ ഈ ഒറ്റ തലക്കെട്ട് മതി വരാനിരിക്കുന്ന മഹാവിപത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും പകരം യുദ്ധക്കപ്പലുകളും മിസൈലുകളും സംസാരിക്കുകയും ചെയ്യുന്ന 4-ാം ആഴ്ചയിലേക്ക് ഈ സംഘർഷം കടന്നിരിക്കുകയാണ്. ഇറാനിയൻ മണ്ണിൽ കാലുകുത്തുന്ന ഓരോ അമേരിക്കൻ സൈനികനും തിരിച്ചു പോവുക ശവപ്പെട്ടികളിലായിരിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. കാരണം കരയുദ്ധം തുടങ്ങിയാൽ തങ്ങൾക്ക് തന്നെയാണ് മേൽക്കൈ എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ വിപത്താകുമോ? ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഓരോ നിമിഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്ന സേനയിൽ കാലാൾപ്പടയും കവചിത യൂണിറ്റുകളും 82-ാമത് എയർബോൺ ഡിവിഷനിലെ വിദഗ്ധരും ഉൾപ്പെടുമെന്നാണ് സൂചന. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ഭീതി ലോകരാജ്യങ്ങൾക്കുണ്ട്. സംഘർഷം ലഘൂകരിക്കാൻ എന്നോണം ഏപ്രിൽ 6 വരെ സൈനിക നടപടികളിൽ താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും മറുവശത്തുകൂടി ഇസ്രയേൽ കയറി അടിക്കുന്നുണ്ട്. അതുകൂടാതെ US സെൻട്രൽ കമാൻഡ് ഇറാനിയൻ കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചടിയും അതുപോലെ തന്നെയാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കരുതെന്നും അമേരിക്ക ഇസ്രയേൽ സഖ്യത്തെ പിന്തുണയ്ക്കരുതെന്നും അദ്ദേഹം അയൽ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഒരിക്കലും യുദ്ധത്തിന് മുൻകൈ എടുക്കില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ലക്ഷ്യമിട്ടാൽ തിരിച്ചടി ഭീകരമായിരിക്കുമെന്ന് പെസഷ്ക്യാന്റെ മുന്നറിയിപ്പ്. മേഖലയിലെ രാജ്യങ്ങൾ സംഘർഷത്തിന് പകരം സ്ഥിരത തിരഞ്ഞെടുക്കണമെന്ന ഇറാന്റെ ആവശ്യം വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ബലിയാടാകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ മണൽക്കാറ്റിൽ ഇപ്പോൾ ഉയരുന്നത് വെറും ഒരു സൈനിക നീക്കത്തിന്റെ പൊടിയല്ല, മറിച്ച് ഒരു മഹാസ്ഫോടനത്തിന്റെ പുകപടലങ്ങളാണ്. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കുമ്പോൾ മറുഭാഗത്ത് ഇറാന്റെ നരകത്തിലേക്കുള്ള സ്വാഗതം എന്ന മുന്നറിയിപ്പ് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. ഷിപ്പിംഗ് പാതകളുടെ സുരക്ഷ എന്ന അമേരിക്കയുടെ അവകാശവാദവും സ്വന്തം മണ്ണും സാമ്പത്തിക അടിത്തറയും സംരക്ഷിക്കാനുള്ള ഇറാന്റെ വാശിയും തമ്മിലുള്ള ഈ പോരാട്ടം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, അത് ആഗോള സാമ്പത്തിക ക്രമത്തിന്റെ തന്നെ അന്ത്യവിധി എഴുതാൻ പോകുന്നതാണോ എന്ന് ലോകരാജ്യങ്ങൾ ഭയക്കുന്നുണ്ട്. കടലിന്റെ ആഴങ്ങളിൽ അദൃശ്യരായി പതിയിരിക്കുന്ന അന്തർവാഹിനികളും ആകാശത്ത് തീതുപ്പാൻ തയ്യാറെടുക്കുന്ന മിസൈലുകളും വരും ദിവസങ്ങളിൽ അതിമാരകമായി അവരുടെ ജോലി എടുത്തു കഴിഞ്ഞാൽ ലോകം ഭയക്കുന്നത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം, അതായത് അമേരിക്ക ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഇറാനും ഒരു പൂർണ്ണ തോതിൽ യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല, ഇസ്രയേലും അങ്ങനെ തന്നെ. ഈ കൂട്ടരെല്ലാവരും ചേർന്ന് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥിതി ആർക്കും പിടിച്ചു നിർത്താൻ പോലും കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകും. പശ്ചിമേഷ്യ ഒരു മഹായുദ്ധത്തിലേക്ക് കൂപ്പുകുത്തുമോ അതോ നയതന്ത്രത്തിന്റെ പുതിയൊരു പാത തുറക്കപ്പെടുമോ എന്ന് അറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതായത് ഇസ്ലാമാബാദിൽ നടക്കുന്ന, അതായത് പരസ്പരം കൊലവിളികൾ ഓരോ വശത്തു കൂടി നടക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമാബാദിൽ നടക്കുന്ന ആ ഒരു ചർച്ച അതിപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ. അത് യുദ്ധം നടക്കുന്നത് അങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും അവിടെ വീഴുന്ന ഓരോ മിസൈലും ഉയരുന്ന ഓരോ യുദ്ധകാഹളവും നമ്മുടെ എല്ലാം ജീവനെയും ജീവിതത്തെയും ഭാവിയെയും മാറ്റിമറിക്കുന്നതാണ്. ലോകം ഭയക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.